നെക്സ്റ്റ് സെമി പാരസൈറ്റ് നോക്കാം. സെമി പാരസൈറ്റ് എന്തായിരിക്കും? സെമി പാരസൈറ്റ് ഫുഡ് എങ്ങനെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റ് വലിച്ചെടുക്കുന്ന മിനറൽസും ന്യൂട്രിയൻസും ഈ പാരസൈറ്റ് അതിന്റെ റൂട്ട് ഉപയോഗിച്ച് വലിച്ചെടുക്കും. മനസ്സിലായോ? വലിച്ചെടുത്തിട്ട് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി എന്തിനെ ഡിപ്പെൻഡ് ആയിരിക്കുന്നു? കംപ്ലീറ്റ്ലി ഹാബിറ്റാറ്റിന് ഡിപ്പെൻഡ് ആയിരിക്കുന്നു. ഏതിനു വേണ്ടിയിട്ട്? ഹോസ്റ്റ് പ്ലാന്റിൽ. മനസ്സിലായോ? കംപ്ലീറ്റ്ലി അത് ഹോസ്റ്റ് പ്ലാന്റിനെ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹാബിറ്റാറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിന്റെ റൂട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഈ പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റ് അവർ പ്രിപ്പയർ ചെയ്ത ഫുഡ് അല്ല വലിച്ചെടുക്കുന്നത്, അതിന് പകരം മിനറൽസും ന്യൂട്രിയൻസും വലിച്ചെടുക്കുന്നു. മനസ്സിലായില്ലേ? അതിന് എന്താ എക്സാമ്പിൾ? സെമി പാരസൈറ്റിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സെമി പാരസൈറ്റിന്റെ എക്സാമ്പിൾ ലൊറാന്തസ് പ്ലാന്റ്. എന്താ? ലൊറാന്തസ്. എന്താ അതിന്റെ മലയാളം എന്നറിയോ? ലൊറാന്തസ് ഇത്തൾ. എന്താ എക്സാമ്പിള്? മലയാളത്തിൽ നമ്മൾ ഇത്തൾ എന്ന് പറയും. അപ്പൊ ഈ ഇത്തൾ എന്ന് പറയുന്ന പ്ലാന്റ് മോസ്റ്റ്ലി അത് മാംഗോ ട്രീ ഉണ്ടല്ലോ, മാംഗോ ട്രീ, മാവ് മരം, മാംഗോ ട്രീയിലാണ് മോസ്റ്റ്ലി ഇത്തൾ വന്ന് പറ്റിപ്പിടിച്ച് വളരുന്നത്. പറ്റിപ്പിടിച്ച് വളർന്നിട്ട് എന്ത് ചെയ്യും? അതിൽ നിന്ന് മിനറൽസും ന്യൂട്രിയൻസും വലിച്ചെടുക്കുകയും ചെയ്യും. ഹാബിറ്റാറ്റ് ആയിട്ട് ഏത് പ്ലാന്റിനെ യൂസ് ചെയ്യുകയും ചെയ്യും? ആ മാംഗോ ട്രീയെ. മനസ്സിലായല്ലേ? അപ്പോ പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നു, ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല, മിനറൽസ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നു? സെമി പാരസൈറ്റ് എന്ന് വിളിക്കുന്നു. അത് നമുക്ക് എക്സാമ്പിൾ ലൊറാന്തസ് പറയാം. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നു, ഹാബിറ്റാറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം? ടോട്ടൽ പാരസൈറ്റ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിൾ കസ്ക്യൂട്ട പ്ലാന്റ്. മനസ്സിലായോ? കസ്ക്യൂട്ട പ്ലാന്റ് ടോട്ടൽ പാരസൈറ്റ്. അതുപോലെ സെമി പാരസൈറ്റ്, ലൊറാന്തസ് സെമി പാരസൈറ്റ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, എപ്പിഫൈറ്റ് എന്ന് പറയാം. അതിനെ നെക്സ്റ്റ് കാറ്റഗറിക്ക് എപ്പിഫൈറ്റ് എന്ന് പറയാം. എന്ത് പറയും? എപ്പിഫൈറ്റ്. ഈ എപ്പിഫൈറ്റ് പ്ലാന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? എപ്പിഫൈറ്റിന് തിക്ക് റൂട്ട് ഉണ്ടാവും. എന്തുണ്ടായിരിക്കും? തിക്ക് റൂട്ട്. ആ റൂട്ട് അവർ എന്തിനു യൂസ് ചെയ്യുന്നറിയോ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയിസ്ചർ വലിച്ചെടുക്കുന്നതിന്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ദേ ആർ അബ്സോർബിങ് ദ മോയിസ്ചർ ഫ്രം atmosphere. Okay, they can absorb moisture from the atmosphere. മനസ്സിലായോ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കുന്നതിന് ആര് ഹെൽപ്പ് ചെയ്യുന്നു? തിക്ക് റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഒരു കാര്യത്തിനും കൂടെ ആ തിക്ക് റൂട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സിൽ ക്ലിങ് ചെയ്യാൻ. ക്ലിങ് മീൻസ് പിടിച്ച് തൂങ്ങിക്കിടക്കാൻ. മനസ്സിലായല്ലേ? വേറൊരു പ്ലാന്റിന്റെ ബ്രാഞ്ചിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നതിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആ തിക്ക് റൂട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഓർക്കിഡ് പ്ലാന്റ്. ഓർക്കിഡ് പ്ലാന്റ് അറിയോ? കുറെ വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ് പ്ലാന്റ് ഉണ്ട്. മെയിൻ ആയിട്ട് വാണ്ട എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ഉണ്ട്. അതൊരു ഓർക്കിഡ് വെറൈറ്റി ആ വാണ്ട. മനസ്സിലായില്ലേ? ആ വാണ്ട പ്ലാന്റ് എന്ത് ടൈപ്പ് പ്ലാന്റാ? എപ്പിഫൈറ്റ് ആണ്. അപ്പൊ എന്താ എപ്പിഫൈറ്റിന്റെ പ്രത്യേകത? തിക്ക് റൂട്ട് ഉണ്ടായിരിക്കും. ആ റൂട്ട് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നേ? വെരി ഗുഡ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഫോർ ക്ലിങ്ങിങ് ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ഫോർ ക്ലിങ്ങിങ് ദ ട്രീസ്. ഓക്കെ, ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പ്ലാന്റിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നതിന് സഹായിക്കുന്നു. മനസ്സിലായില്ലേ? അതാ ആ മോയ്സ്ചറാണ് അവരുടെ ഫുഡ്. എന്തിനാണ് പിന്നെ അവർ ഈ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹാബിറ്റാറ്റ്. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹാബിറ്റാറ്റിന് ഇവര് കംപ്ലീറ്റ്ലി ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹോസ്റ്റ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മോയ്സ്ചർ എവിടെ നിന്ന് എടുക്കുന്നു? അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ എടുക്കുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റിനെ നമുക്ക് ഏത് പേര് വിളിക്കാം? എപ്പിഫൈറ്റ്സ്. മനസ്സിലായോ? എപ്പിഫൈറ്റ്സ് പറഞ്ഞു. എപ്പിഫൈറ്റ്സിന്റെ എക്സാമ്പിൾ എന്താ? എപ്പിഫൈറ്റിന്റെ എക്സാമ്പിൾ വാണ്ട അല്ലെങ്കിൽ ഓർക്കിഡ്സ്. ഇത് രണ്ട് ഏത് വേണേലും പറയാം. ഓക്കെ, വാണ്ടയും ഒരു കൈൻഡ് ഓഫ് ഓർക്കിഡ് ആണ്. ഓക്കെ, വാണ്ട അഥവാ ഓർക്കിഡ് പറയാം. ടോട്ടൽ പാരസൈറ്റിന്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? കസ്ക്യൂട്ട പ്ലാന്റ്. സെമി പാരസൈറ്റിന്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്? ലൊറാന്തസ് പ്ലാന്റ്. മനസ്സിലായോ? ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായി. പ്ലാന്റിന്റെ മൂന്ന് വെറൈറ്റീസ് അക്കോർഡിംഗ് ടു ദെയർ ഹാബിറ്റാറ്റ് ആൻഡ് ഫുഡ് സ്റ്റൈൽ. ഓക്കെ, we can differentiate the plants into 3 types: total parasite, semi parasite and epiphyte. Understood? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യുന്നു? ഓക്സിജൻ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ റെസ്പിറേഷൻ പ്രോസസ് ഉണ്ട്. എന്താ റെസ്പിറേഷൻ? റെസ്പിറേഷൻ അഥവാ ശ്വസനം. എന്ത് ഗ്യാസാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്? നമ്മള് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു, ഔട്ടേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻഹേൽ ഓഫ് ഓക്സിജൻ ആൻഡ് എക്സേൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ പ്ലാന്റ്സ് റെസ്പിറേഷൻ എന്താ യൂസ് ചെയ്യുന്നത്? റെസ്പിറേഷൻ എല്ലാവരും എന്താ, അനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും എല്ലാവരും റെസ്പിറേഷൻ ഏത് ഗ്യാസാ യൂസ് ചെയ്യുന്നത്?
intake of oxygen and outtake of carbon dioxide. Inhale of oxygen, exhale of carbon dioxide. Okay. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? ഫോട്ടോസിന്തസിന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തുകൊണ്ട് എന്തിനെ റിലീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത്? ഓക്സിജനെ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. ഇനി നമ്മുടെ പ്ലാന്റ് എവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്? അല്ലെ എങ്ങനെയാ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്? നമ്മൾ ഓക്സിജനെ ഇൻഹേൽ ചെയ്യുന്നോ ഇല്ലയോ? വലിച്ചെടുക്കുന്നു. എങ്ങനെ നമ്മൾ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നത്? ഏതു വഴിയാ? എങ്ങനെയാ? നമ്മുടെ മൂക്ക് വഴി, നോസ് വഴി. നോസിൽ എന്തുണ്ട്? നമുക്ക് നോസ്ട്രിൽസ് ഉണ്ട്. ദാ ഈ 2 ഹോളുകളില്ലേ നമ്മുടെ മൂക്കിലെ, അത് നോസ്ട്രിൽസ്. ഈ നോസിലെ നോസ്ട്രിൽസ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ ഇൻഹേൽ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സേൽ ചെയ്യുന്നു. ആണേ. അതുപോലെ ഈ പ്ലാന്റ്സ് എങ്ങനെ? പ്ലാന്റ്സിന് മൂക്കുണ്ടോ? ഇല്ല. പക്ഷേ പ്ലാന്റ്സിന്റെ ലീവ്സിൽ മൈന്യൂട്ട് പോഴ്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, മൈന്യൂട്ട് പോഴ്സ് ഓർ മൈന്യൂട്ട് ഹോൾസ്. വി ക്യാൻ സീ മൈന്യൂട്ട് പോഴ്സ് വേർ എവിടെ കാണപ്പെടുന്നു? ലീവ്സിൽ. പ്ലാന്റ്സിൽ നമുക്ക് കാണാൻ പറ്റുമോ? കണ്ണ് വെച്ചിട്ട്? നമ്മുടെ കണ്ണ് വെച്ച് കാണാൻ പറ്റാത്ത മൈന്യൂട്ട് പോഴ്സ് അഥവാ ഹോൾസ് കാണപ്പെടുന്നുണ്ട് ലീവ്സിൽ. അപ്പൊ നമ്മൾ എങ്ങനെ അതിനെ കാണും? വി ക്യാൻ സീ ത്രൂ മൈക്രോസ്കോപ്പ് ഒള്ളി. ഓക്കെ, നമ്മൾ ആ ലീവ്സിനെ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആ പ്ലാന്റിന്റെ ലീവ്സിലുള്ള മൈന്യൂട്ട് പോഴ്സ് അഥവാ ഹോൾസിനെ കാണാൻ പറ്റും. മനസ്സിലായോ? ആ ഹോൾസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സ് ഓക്സിജനെ ശ്വസിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നതും. മനസ്സിലായോ? അതുപോലെ ഫോട്ടോസിന്തസിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നതും ഓക്സിജനെ റിലീസ് ചെയ്യുന്നതും. മനസ്സിലായോ? അപ്പോ ആ മൈന്യൂട്ട് പോഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? സ്റ്റൊമേറ്റ. എന്താ വിളിക്കുന്നത്? സ്റ്റൊമേറ്റ. അപ്പൊ വാട്ട് ആർ സ്റ്റൊമേറ്റ? വാട്ട് ഈസ് സ്റ്റൊമേറ്റ? Stomatas are minute pores that is seen in the leaves. Okay, plant leaves that is seen in the plant leaves. നമ്മൾ രാവിലെയൊക്കെ ചില ദിവസം എഴുന്നേൽക്കുമ്പോൾ ലീവ്സിന്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു വാട്ടർ ഡ്രോപ്സ് ഇരിക്കുന്ന കാണുന്നുണ്ടോ? അതെന്താ കാര്യം? അവര് റിലീസ് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്സ് ആണ്. ആ മൈന്യൂട്ട് പോഴ്സ് വഴി എവിടെ വന്നിരിക്കുന്നു? ലീവ്സിന്റെ അടിയിൽ വന്നിരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ സ്റ്റൊമേറ്റ എന്താന്ന് മനസ്സിലായേ? പ്ലാന്റ്സിന്റെ ലീവ്സിൽ കാണപ്പെടുന്ന മൈന്യൂട്ട് പോഴ്സ്. സ്റ്റൊമേറ്റ മനസ്സിലായി. പാരസൈറ്റ് മനസ്സിലായോ? സ്റ്റൊമേറ്റ മനസ്സിലായി, പാരസൈറ്റ് മനസ്സിലായി. പിന്നെന്താ ഉള്ളത്? ഫോട്ടോസിന്തസിസ് പഠിച്ചു, ഹാബിറ്റാറ്റ് പഠിച്ചു, ഫുഡ് പഠിച്ചു, ഫുഡ് ചെയിൻ പഠിച്ചു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അതൊക്കെ നമുക്ക് നോക്കാം.